PV അൻവർ പറഞ്ഞത് വെച്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. ഇത്രയ്ക്കും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ, ഞാൻ CM എന്ന് എടുക്കുന്നില്ല, പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മലയാളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് ഹു ഹാവ് ദ എബിലിറ്റി ടു ടേക്ക് ആക്ഷൻസ്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സീന് വന്നു കഴിഞ്ഞാലും അതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പൊളിറ്റീഷ്യനായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. അങ്ങനെയാണ് പൊതുവേ മലയാളികളുടെ ഇടയിലുള്ള ഒരു പിക്ചർ എന്ന് ഞാൻ പറയാം. ശരിയാണ്, പലതരത്തിലുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങളും ചിന്താ വ്യത്യാസങ്ങളും ഉണ്ടാവാം. പക്ഷെ എന്നാലും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. പക്ഷെ ഇന്നലത്തെ അൻവറിൻ്റെ ന്യൂസ് ചാനലിൽ ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇത്രയും കഴിവുകെട്ട ഒരു CM കേരളത്തിൽ ഉണ്ടോ എന്നുള്ളത് PV അൻവറാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്, ഞാനല്ല കേട്ടോ. PV അൻവറിൻ്റെ ഇന്നലത്തെ വാദങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുള്ളി പറഞ്ഞിട്ടുള്ളത് കേട്ട് കഴിയുമ്പോൾ ഒരു കോമൺ മാൻ എന്ന രീതിയിൽ എനിക്ക് തോന്നിയത് എന്നാൽ പിന്നെ എന്തിനാ CM എന്നുള്ളതാണ്. എന്തിനാ ഇങ്ങനെ ഒരു CM എന്നുള്ളൊരു തോന്നൽ വന്നു പോകും. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊക്കെ പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൈസ്, ആൻറ്റപ്പൻ ഈസ് റിയലി സ്ട്രഗ്ലിങ്. ഇതെനിക്ക് ശരിക്കും കഷ്ടകാലത്തിൻ്റെ സമയമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂസ് പോകുന്നിടത്തൊക്കെ പലരും വിളിച്ച് പലരും പലതരത്തിലുള്ള കഥകളും പറഞ്ഞ് എനിക്ക് ജോലി കിട്ടണില്ല. അത് പിന്നെ പോട്ടെ, ഞാൻ ഇന്ന ജോലി തന്നെ ചെയ്യുള്ളൂ എന്നുള്ള വാശിയൊന്നും എനിക്കില്ല. പിന്നെ വന്ന ജോലികളൊന്നും എൻ്റേതായിട്ടുള്ള ഒരു മേഖലയിലല്ലാത്തതുകൊണ്ട് ഞാനത് എടുക്കാതെ എൻ്റെ അഹങ്കാരത്തിന് ഞാൻ ഈ ഒരു മേഖലയിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ പോഡ്കാസ്റ്റൊക്കെ ഒന്ന് സക്സസ് ആയാലാണ് എനിക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്താലേ ഞാൻ രക്ഷപ്പെടുള്ളൂ ഗൈസ്. അതുകൊണ്ട് നിങ്ങളുടെ സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓണമൊക്കെ ആയതുകൊണ്ട് ഒരു ചെറിയ ഷൂട്ട് ഉണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ ഈ ഒരു ഡ്രസ്സിലോട്ടോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ ജുബയും മുണ്ടിലൊന്നും അധികം വീഡിയോസിൽ വരാത്തതാണ്. സാറാ ആൻറ്റപ്പൻ്റെ ആരെങ്കിലും ആണോ? എന്റെ ഫ്രണ്ടാ, അവനാ ഈ നിലവാരത്തിലുള്ള വൃത്തിയായിട്ട ഉപമകളൊക്കെ പറയാറ്. അല്ല, സാർ കഥ പറഞ്ഞു. അപ്പം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനൊരു മുഖ്യമന്ത്രി, അതായത് കഴിവില്ലാത്തൊരു മുഖ്യമന്ത്രി ആണെന്നുള്ളത് ഞാൻ സ്റ്റേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ എന്നാലും ഇന്നലെ അൻവറിൻ്റെ 24-ന് കൊടുത്തിട്ടുള്ള ന്യൂസ് ചാനലിലെ ചർച്ചകൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അറിഞ്ഞോ അറിയാതെയോ എനിക്ക് ഫീൽ ചെയ്തു. അതിന് മുമ്പുള്ള വിഷയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ ഇന്നലെ അൻവർ പറഞ്ഞിട്ടുള്ളൊരു സാധനം എടുക്കാം. രാജന്റെ CDR എടുക്കുന്നത് ഇതെന്തോ മനസ്സിലാക്കാൻ വലിയ പ്രയാസമുണ്ടോ? ഇങ്ങനെയാണ് പച്ചയായ കാര്യങ്ങൾ, ഈ രീതിയിലാണ് പോകുന്നത്. ഇതുകൊണ്ടാണ് ആവർത്തിച്ച് ഞാൻ പറയുന്നത്, ഇത് പരിശോധനാ വിധേയമാക്കണം. ഈ സംഘത്തിന്റെ ക്ലച്ചസിൽ നിന്നും ഈ സ്റ്റേറ്റിനെയും അതിലൂടെ ഈ പാർട്ടിയെ തകർക്കാനുള്ളവരുടെ ഗൂഢാലോചനയും ഒരു കാല് UDF, ഒരു കാല് എന്താ പറയാ പറയുന്ന BJP RSS, ഈ രണ്ട് തോണിയിൽ കാലിട്ടുകൊണ്ട് എങ്ങനെയൊക്കെ ഉറപ്പിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ഈ പാർട്ടിയെയും ഗവൺമെന്റിനെയും തളർത്താം, തകർക്കാം, ചീത്തപ്പേരുണ്ടാക്കാം, ഇതിൽ റിസർച്ച് നടത്തുന്ന ഒരു വിഭാഗത്തിന്റെ ഹെഡാണ് ഈ പറയുന്ന അജിത് കുമാർ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ. ഈ അന്വേഷണ റിപ്പോർട്ട് ഈ DYSP കൊടുക്കുന്ന 2023 5-ാം മാസമാണ്. ആർക്കാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP ആരാ? അജിത് കുമാർ അല്ലേ? അദ്ദേഹത്തിന്റെ ടേബിളിൽ ഇത് വരില്ലേ? എന്നിട്ട് എന്തേ മുഖ്യമന്ത്രിയെ കാണാതിരുന്നത്? എന്തേ മുഖ്യമന്ത്രിയോട് സംസാരിക്കാതിരുന്നത്? അപ്പൊ എവിടെയാണ് ഇത് പൂഴ്ത്തുന്നത്? പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ കൊണ്ടുപോയി അവിടെ പൂഴ്ത്തുന്ന ഫയലാണോ ഇത്? ഒരു സംസ്ഥാനത്ത് ഒരു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ഏറ്റവും വലിയ കേസാണിത്. സോളാർ പോലെ അങ്ങനെ എത്ര അനവധി കേസുകൾ ഇനിയും വരാൻ നിൽക്കുന്നു. ഇതെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഈ പാർട്ടിയുടെ അടിത്തറ തകർക്കാൻ. അതാണ് എൻ്റെ വാദം. ഓക്കെ ഗൈസ്, ഇത് കണ്ടു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പാർട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സംഭവങ്ങളൊക്കെ വെക്കാം. ഒരു മനുഷ്യനായിട്ട് ഇന്ത്യയിൽ ജനിച്ചു കഴിഞ്ഞാൽ അവനൊരു ഇച്ചിരിയെങ്കിലും പൊളിറ്റിക്സ് വേണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ചിന്താഗതിയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതും കുറച്ച് ലെഫ്റ്റിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് ലെഫ്റ്റ് ഐഡിയോളജീസ് ആണ് ഞാൻ കുഞ്ഞിലെ മുതലേ എനിക്ക് ശരിയെന്ന് തോന്നിയിട്ടുള്ളത്. ചെഗുവേരയുടെയും ബൊളിവാറും അതുപോലെ തന്നെ കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ളതും എല്ലാം അത് കണക്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം എൻ്റെ ചിന്തകൾ അങ്ങോട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു സപ്പോർട്ടൊക്കെ അങ്ങോട്ടൊക്കെ തന്നെയാണ്. എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന പാർട്ടി ശരി ഇന്ന പാർട്ടി തെറ്റെന്നുള്ള വാദമൊന്നും എനിക്കില്ല. എന്തൊക്കെ വന്നാലും ഇന്ത്യയിൽ BJP രക്ഷപ്പെടരുത്, കേരളത്തിൽ രക്ഷപ്പെടരുതെന്നും ഇന്ത്യയിൽ നിന്ന് അവർ വീണ്ടും എന്താ പറയുക RSS ബാൻ ചെയ്തതുപോലെ വീണ്ടും ബാൻ ചെയ്യപ്പെടേണ്ട ഒരു പാർട്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് BJPയോട് ഒരു തരത്തിലുള്ള യോജിപ്പുമില്ല. കാരണം എന്നെ അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം, ഞാൻ ഈ തോടൊന്നും വലിയ രീതിയിൽ യോജിപ്പുള്ള ആളല്ല. എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളോടും യോജിക്കുന്നില്ല. ഒരു മനുഷ്യൻ മതത്തിൽ വിശ്വസിക്കുന്നു, അവൻ്റെ സമാധാനത്തിന് വേണ്ടി അവൻ പള്ളിയിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, മോസ്കിൽ പോകുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതൊന്നും ഒരിക്കലും മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെയോ മറ്റൊരാളുടെ വിശ്വാസത്തെയോ
നശിപ്പിക്കുന്ന രീതിയിലാവരുതെന്ന് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശമുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് മതത്തിൻ്റെ പേരിലും മതവിശ്വാസത്തിൻ്റെ പേരിലും മതചിന്തകളുടെ പേരിലും ആരുടെയും സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ പാടില്ല എന്നോ പറയാനുള്ള റൈറ്റ്സ് മതത്തിനില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, തിരിച്ച് വിഷയത്തിലേക്ക് വരാം. അൻവർ വെടിപൊട്ടിച്ചു. അൻവർ കുറേ ആയിട്ട് ഇപ്പോൾ വെടിപൊട്ടിച്ച് ഇപ്പോൾ മലയാളികളെല്ലാം ചിലരെല്ലാം ഭയങ്കരമായിട്ട് പുള്ളിയെ പൊക്കിക്കൊണ്ടു പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഒരു പൊളിറ്റിക്കൽ സൈഡിലേക്ക് എനിക്ക് ചിന്തയുണ്ടെന്നുണ്ടെങ്കിലും എല്ലാം കണ്ടാൽ ശരി എന്ന് പറയുന്ന ആളൊന്നുമല്ല ഞാൻ മുണ്ടൂരാണ് എൻ്റെ വീട്, കാര്യങ്ങളൊക്കെ അപ്പോൾ അറിയാലോ. VS അച്യുതാനന്ദൻ പുള്ളിയുടെ നല്ല ഹെൽത്ത് കണ്ടീഷനിലൊക്കെ നിന്നിരുന്ന സമയത്തൊക്കെ അവസാനം വരെയും മത്സരിച്ചിട്ടുള്ള സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഓക്കെ, അതൊക്കെ വേറൊരു സൈഡിൽ വെക്കാവുന്നൊരു വിഷയമാണ്. പക്ഷെ എന്നാലും അൻവർ എന്ന് പറയുന്ന ആളെക്കുറിച്ച് നമുക്ക് മുന്നേയും പല കാര്യങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്ര ക്ലീൻ ഇമേജ് ഒന്നുമല്ല അൻവറിനുള്ളത്. ഇനി ക്ലീൻ ഇമേജ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിലും അത് നടക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവർ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, സഖാവ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത് ഞാൻ പറഞ്ഞുതരാം, മറ്റ് പാർട്ടികളിൽ നിന്ന് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള സംഘടനാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് ഭയങ്കര കീപ്പ് ചെയ്യുന്നൊരു പാർട്ടിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൻവർ ചെയ്യുന്നത് പാർട്ടി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടെന്ന് പറയുന്നത്, കാരണം പാർട്ടിക്ക് എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കേണ്ടത് പൊതുവേദികളിലല്ല, പാർട്ടിയുടേതായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെന്ന് പാർട്ടി മീറ്റിങ്ങുകളിലൂടെയും അത് ഉന്നയിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ഒരു പോളിസി. അറിയാലോ, അത് ഞാൻ പറഞ്ഞു വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൻവർ ചെയ്യുന്നത് പാർട്ടിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളാണ്. ഇനി ഞാൻ പറഞ്ഞതുപോലെ അൻവർ ബേസിക്കലി ഈ പാർട്ടിക്കാരൻ, ആ കഥയൊക്കെ അറിയാലോ, അതിലേക്കൊന്നും ഞാൻ പോയിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും ഇന്നലെ ഈ പറഞ്ഞു വെച്ച ഞാനിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടൊരു ന്യൂസ് ക്ലിപ്പ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇതൊന്നും അറിയണില്ല. പറയാൻ എങ്ങനെ കൊള്ളും ഇത്? എനിക്ക് ഓർമ്മയുണ്ട്, ഉമ്മൻചാണ്ടി CM ആയിരുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന CM, ഇപ്പോഴത്തെ നമ്മുടെ CM തന്നെ പറഞ്ഞിട്ടുള്ള പല സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ട്. ഇനി ആ പാർട്ടി, നമ്മുടെ LDF പാർട്ടി തന്നെ എടുത്തിട്ടുള്ള പല നയങ്ങളും ഉണ്ട്. ഒരിക്കലും CMൻ്റെ ഓഫീസിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ CM അറിയാതെയാണെന്ന് വാദത്തിന് പോലും പറയാൻ കൊള്ളില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് CMൻ്റെ ഓഫീസിൽ നിന്നാണ്, അല്ലാതെ ആ പറയപ്പെടുന്ന P ശശിയുടെ ഓഫീസിൽ നിന്നല്ല, CMൻ്റെ ഓഫീസ് എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CMനും അതിൽ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. അൻവർ ചൂണ്ടി വെച്ചിരിക്കുന്ന വിഷയങ്ങളിലെല്ലാത്തിലും കോമൺ സെൻസ് വെച്ച്, മലയാളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നതുപോലെ മുന്നിൽ വന്ന് നിന്ന് പറയണം എന്നില്ല, പക്ഷെ അതൊക്കെ വോട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കുത്തിയിരിക്കും. ആ കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. ഇങ്ങനൊരു സംഭവം വരുമ്പോൾ അതിൽ CMന് പങ്കേയില്ല, CM അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യസമയത്ത് ആക്ഷൻ എടുക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊന്നു ബ്രോ ചുമ്മാ അതൊന്നും ഒരു വാദത്തിന് പോലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ കോൺഗ്രസിനും BJPക്കും ഭയങ്കര ശക്തി ഉണ്ടെന്ന്. അത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ നിലവിൽ MLA ആയി നിൽക്കുന്ന ഒരാൾ വന്ന് പറയരുത്. അതും ആര് ഭരിക്കുന്നു, അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും വന്ന് പറയരുത്. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിവില്ല എന്നുള്ളതാണ്. ആണോ? കോൺഗ്രസിനും BJPക്കും ആണ് ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ശക്തി കൂടുതൽ എന്നാണോ പറയണത്? ഇത് തൊണ്ട തൊടാതെ അങ്ങോട്ട് വിശ്വസിക്കണോ? നോ. ഇതിൽ ഞാൻ ആക്ച്വലി ഇങ്ങനെയൊന്നും സംസാരിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ല. പക്ഷെ എന്നാലും ഇതിങ്ങനെ കുറേ ദിവസമായിട്ട് ഈ ഒരു വിഷയങ്ങൾ ഇങ്ങനെ പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിതിലൊരു അഭിപ്രായങ്ങളൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന രീതിയിൽ ഇപ്പോൾ അൻവറിൻ്റെ കാര്യങ്ങൾ ശരി തന്നെയാണ്. അൻവർ ഇപ്പോൾ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ ഒന്നും ഒരിക്കലും ഒരു പാർട്ടിയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഫോഴ്സിലും നിർത്തേണ്ട ഒരു ആവശ്യവുമില്ല, അടിച്ചിറങ്ങി വിടണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസുമായിട്ട് കൈ കൊടുക്കാത്തതെന്നുള്ള കാര്യം അറിയാം. BJPക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്താഗതി അനുസരിച്ച് അല്ലെങ്കിൽ ഐഡിയോളജി അനുസരിച്ച് ഒരു സൈഡിൽ പോലും കൊണ്ടുവന്ന് നിർത്താൻ കൊള്ളില്ലാത്തവരാണ് ഈ BJPക്കാർ. അങ്ങനെയുള്ള പാർട്ടി ഭരിക്കുന്നതിൽ ഏറ്റവും വലിയ ഫോഴ്സിലെ ഒരു പൊസിഷനിലിരിക്കുന്ന ഒരാൾ BJPയുടെ ആളെ പോയി കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി വിശ്വസിക്കുന്ന, പാർട്ടിയുടെ ചിന്താഗതിക്ക് അനുസരിച്ചിട്ടുള്ള, നമ്മുടെ ഗവൺമെന്റിന് ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നവരെ നമ്മൾ ഫോഴ്സിൽ ഈ പറയുന്ന പൊസിഷൻസിലൊക്കെ നിർത്തുള്ളൂ. അയാളെ മാറ്റാതെ അവിടെ തന്നെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ
ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ചോദിക്കണമെങ്കിലൊക്കെ ചോദിച്ചോളൂ, നിങ്ങൾ പറയണമെങ്കിലൊക്കെ പറഞ്ഞോളൂ, ഞങ്ങൾ മാറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വശം എന്നുള്ളതാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് മലയാളികൾ എന്നുള്ള ചിന്തയൊന്നും വേണ്ട, ഈ അങ്ങനെയുള്ളതൊന്നും വെക്കണ്ട. അതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കോമഡി ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഇത് കോൺഗ്രസ് പാർട്ടി ഭരിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിപക്ഷവുമായിട്ടാണ് നിന്നിരുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, മുഖ്യമന്ത്രിക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? പുറത്തിറങ്ങാറില്ല ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി, എങ്കിൽ പോലും പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? മടാ മോനെ, വണ്ടി കൂടെ കല്ലെറിഞ്ഞ് ചില്ല് പൊളിച്ച് മുഖ്യമന്ത്രിയുടെ മുഖത്ത് കല്ല് തട്ടണ രീതിയിലെങ്കിലും എത്തിച്ചിട്ടുണ്ടാവില്ലേ? ആലോചിച്ച് നോക്ക്. ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപം. അവർക്ക് നല്ല രീതിയിലുള്ള ഒരു സമരം ചെയ്യാനുള്ള കഴിവ് പോലും ഇല്ല എന്നുള്ളതാണ് കേട്ടോ. പിന്നെ കോൺഗ്രസ്സുകാരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ കോൺഗ്രസിനെ ഒരിക്കലും കേരളത്തിലെ കോൺഗ്രസുമായിട്ട് കമ്പയർ ചെയ്യാൻ കൊള്ളില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ചും കൂടെ ബോധവും പക്വതയും ഉള്ള ആൾക്കാരുണ്ട്. ഇവിടെ വെറുതെ പാർട്ടിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് കളിക്കാനുള്ള ഒരു ഇത് മാത്രമാണ്. തൻ്റേതായ നിലനിൽപ്പിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന കുറേ എണ്ണങ്ങളാണ് കോൺഗ്രസ്സിലുള്ളത്. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ളൊരു പാർട്ടി, കൊണ്ടുവന്നിട്ടുള്ളൊരു പാർട്ടി. അവരുടെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ആക്ഷൻസ് ഒന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എനിക്ക് ഏറ്റവും വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം ജയിച്ചു തൃശ്ശൂർ. ഈ ഇൻസിഡൻസ് എല്ലാം അവിടേക്ക് ആ ഒരു സംഭവത്തിനുള്ള ഒരു വഴി വെച്ച് കൊടുത്തു എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP ഒരിക്കലും ജയിക്കാൻ പാടില്ല കേരളത്തിന് അതിൻ്റെതായിട്ടുള്ള മുൻകാല ചരിത്രങ്ങളുണ്ടെന്നൊന്നും അല്ല എൻ്റെ വാദം. പക്ഷെ എന്നാലും നമ്മുടെ ഇപ്പോഴത്തെ ഈ കുറച്ച് കാലങ്ങളായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള വിശ്വാസങ്ങളും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കേരളം എന്ന് പറയുമ്പോഴുള്ളൊരു സാധനം കൂടെ ഉണ്ട്. അതിനൊക്കെ ഒരു വിള്ളൽ തട്ടിയിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ്. എനിവേസ്, നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയും വീഡിയോസ് സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ, ഞാൻ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ യു ഗൈസ് ഹാവ് ടു ഹെൽപ്പ് മീ ഔട്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് എന്നെയും എൻ്റെ അപ്പൻ ടോക്കീസിനെയും രക്ഷിക്കുക എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് എല്ലാവർക്കും ഹാപ്പി ഓണം ഗൈസ്. അടിപൊളിയാവുക. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട് ഫേസ് ചെയ്തിട്ടുണ്ട്. വയനാട് അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങളൊന്നും വേണ്ട എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. നമുക്ക് സഹായിക്കാൻ പറ്റുന്നവരെ സഹായിച്ചുകൊണ്ടും കൂടെ കൂട്ടാൻ പറ്റുന്നവരെ കൂടെ കൂട്ടിക്കൊണ്ടും നമ്മുടെ ചുറ്റുമുള്ളവരെ എല്ലാവരെയും ഒന്ന് ചില്ലാക്കിക്കൊണ്ടും ഒക്കെ തന്നെ നമ്മുടെ സെലിബ്രേഷൻസ് ഒക്കെ കൊണ്ടുപോകുക. കാരണം മനുഷ്യനാണ്, അവനെപ്പോഴും വിഷമങ്ങൾ മാത്രം സഹിച്ചുകൊണ്ടിരിക്കണം എന്നൊന്നുമില്ല. ആഘോഷങ്ങൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ചിൽ കുപ്പിച്ചിൽ ഡേ ആൻഡ് വീക്കും കൂടെ വിഷ് ചെയ്തുകൊണ്ട് ആൻഡ് അപ്പൻ സൈനിങ് ഓഫ്.